ഇതൊക്കെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതും ഇതിനെ ബ്രൂഡറിൽ വലിച്ച് വളർത്തുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയാൻ പോകുന്നത് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നതും വിരിഞ്ഞതിന് ശേഷം ബ്രൂഡറിൽ വളർത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. മുട്ട വെക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ പൊടി അഥവാ പ്ലെയിനർ പൊടി ഫർണിച്ചർ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഫർണിച്ചർ നിർമ്മാണശാലയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പൊടിയാണ്. ആ മരത്തിൻ്റെ പൊടി അണുയുക്തമാക്കേണ്ടതുണ്ട്. അത് ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ കുക്കറിലിട്ട് ആവി കൊള്ളിച്ചതിന് ശേഷം വേണം അത് പുറത്തെടുക്കാൻ. പിന്നെ നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ അത് ഒരു ചെറിയ കനത്തിൽ വിരിച്ചു കൊടുക്കണം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നല്ല മുട്ട സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല നാടൻ കോഴിയുടെ മുട്ടയാണെങ്കിൽ അത്രയും നല്ലത്. സെലക്ട് ചെയ്യുന്ന മുട്ട ഏറ്റവും വലുതോ നല്ല ചെറുതോ ആവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 15 ദിവസത്തിൽ കൂടാത്ത മുട്ടയായിരിക്കണം. പഴക്കം കുറവുള്ള മുട്ട വിരിയൽ സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും. അപ്പം അത് നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ല നാടൻ കോഴി മുട്ട വിരിഞ്ഞ് കിട്ടണമെങ്കിൽ പൂവൻകോഴിയുള്ള കൂട്ടിലെ മുട്ട തന്നെ ആയിരിക്കണം. ആ കാര്യവും നല്ലപോലെ ശ്രദ്ധിക്കണം. ശേഖരിച്ചെടുത്ത മുട്ടകളെല്ലാം വൃത്തിയാക്കി വെക്കുന്ന കൂട്ടത്തിൽ വൃത്തിയാക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് വേണം അത് തുടച്ച് വൃത്തിയാക്കാൻ. നനവുള്ളതോ മറ്റെന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചോ അത് വൃത്തിയാക്കരുത്. നനവോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിരിയാനുള്ള സാധ്യത കുറയും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൃത്തിയാക്കിയ മുട്ടകളെല്ലാം ബ്രൂഡറിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് അതിലൊരു മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നത് കളർ പെൻസിലുകളോ മറ്റു മഷിയോ ഉപയോഗിച്ച് ചെയ്യാതിരിക്കണം. മഷി പുരണ്ട് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ കയറും, വിരിയാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് ഒരു പെൻസിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈ അടയാളപ്പെടുത്തുന്നത് എല്ലാ ദിവസവും മുട്ട തിരിച്ചും മറിച്ചും വെക്കുന്നതിലേക്കാണ്. തിരിച്ചു മറിച്ചും വെച്ചു എന്ന് ഉറപ്പ് വരുത്താനും മറിഞ്ഞ ഭാഗം ഏതൊക്കെയെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും അതിൽ വെച്ചു എന്ന് ഉറപ്പ് വരുത്താൻ ആ മാർക്കർ നമ്മളെ നല്ല സഹായിക്കും. അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നുള്ളത് കാണാനായിട്ട് ഒരു പ്രയാസമായിരിക്കും. മാർക്കർ ചെയ്ത ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ ഭാഗം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മാത്രം തിരിച്ചും മറിച്ചും വെച്ചാലും മതി. അതിനിടയ്ക്ക് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്ന് തിരിക്കാനോ മറിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. അത് വെക്കുന്നത് 18 ദിവസം മാത്രം അങ്ങനെ വെച്ചാലും മതി. 19 ദിവസം മുതൽ 22 ദിവസം വരെ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടകളെല്ലാം വിരിയുമെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി മുട്ട വെച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ടോർച്ച് അടിച്ച് നോക്കിയാൽ ഒരു കറുപ്പ് അല്ലെങ്കിൽ ഒരു ചുവപ്പ്, കറുത്ത പുള്ളിയും ഒരു ചുമന്ന വരകളോട് കൂടിയ മുട്ട മൊത്തത്തിലൊരു ചുവപ്പ് കളർ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള മുട്ടകളെല്ലാം വിരിയുന്ന മുട്ടകളാണ്. ഒരു ചുവപ്പ് ഞരമ്പ് പോലെ ഭ്രൂണ വളർച്ച തുടങ്ങിയെന്ന് ഇതേപോലെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. വെളുത്ത നിറവും അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു നിറവും ഇല്ലാത്ത മുട്ട, ഇതുപോലുള്ള മുട്ട, വെള്ള നിറം പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ വെളുത്ത നിറം, ഇങ്ങനെ കാണുന്ന മുട്ടകൾ ആ സമയം തന്നെ 4-ാം ദിവസം തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യുക. അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കേടൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള മുട്ടകൾ വെറുതെ ഇതിനുള്ളിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അത് ഒരിക്കലും വിരിയില്ല. ഒരു സാധ്യതയില്ലാത്തതാണ്. ഭ്രൂണം ഇല്ല അതിനുള്ളിൽ. അത് ഒരുപക്ഷെ പൂവനില്ലാത്ത മുട്ടക്കോഴിൻ്റെ മുട്ടയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുട്ട ഒരിക്കലും വെക്കരുത്. ഇനി നാടൻ കോഴികളും ഉള്ള കൂട്ടത്തിൽ തന്നെ ഉള്ള മുട്ടകൾക്കും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭ്രൂണം ഇല്ലെങ്കിൽ വെള്ള മുട്ടയാകും. ഇതുപോലുള്ള കണ്ടോ, കറുപ്പ് നിറം അതോട് ചേർന്ന് ചുമപ്പ്, അത് നല്ല വിരിയുന്ന മുട്ടകളായിരിക്കും. പിന്നെ പറയാനുള്ളത്, വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത്
പാതി വിരിയാതെ കിടക്കുന്ന മുട്ടകൾ അത് പൊളിച്ച് കൊടുക്കാനൊന്നും നമ്മളൊരു സഹായം ചെയ്തു കൊടുക്കണ്ട. അങ്ങനെ നമ്മളായിട്ട് സഹായിച്ചിട്ട് മുട്ട വിരിയിച്ചാൽ അത് കുഞ്ഞുങ്ങൾ വളരാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മാർക്കർ വെച്ച് വരക്കരുത് എന്ന്. ഞാനിത് ആദ്യം വെച്ചത് മാർക്കർ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മുട്ട കുഞ്ഞുങ്ങൾ ഉള്ളിൽ കിടന്ന് ചത്തിട്ടുണ്ട്. അത് കാര്യം ഞാൻ അന്വേഷിച്ച സമയത്ത് കുഞ്ഞായതിന് ശേഷം ചാവാനുള്ള കാരണം അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷണം നടത്തിയപ്പം പിന്നെ അല്ലെങ്കിൽ വെള്ളമായോ അല്ലെങ്കിൽ മഷിയോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കയറിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനുള്ളിൽ വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എല്ലാ സമയത്തും. എല്ലാ ദിവസവും നോക്കണം. ഒരു ചെറിയ കപ്പ് വെള്ളം ഇതിനുള്ളിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് വെക്കണം. ആ വെള്ളം വെക്കുന്ന സമയത്ത് ചൂടായ മുട്ടയിലേക്ക് ആവാൻ പാടില്ല. അതുപോലെ തന്നെ മാർക്കർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ അല്ലാത്ത വശം എല്ലാ മുട്ടയും വിരിയും. മുട്ട ഓരോന്നായി വിരിയുന്ന സമയത്ത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ 3 മണിക്കൂർ നേരെ കുഞ്ഞുങ്ങളെ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഓരോന്നായിട്ട് ബ്രൂഡറിലേക്ക് മാറ്റണം. രാവിലെ വിരിയാൻ തുടങ്ങിയ ഒരു 4-5 മണിക്കൂർ കൊണ്ടായിരിക്കും എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഒരു അത്യാവശ്യം വലുപ്പമുള്ള 2 അടി വീതി നീളമുള്ള 2 അടി ഉയരമുള്ള ഒരു ബോക്സ് എടുത്തിട്ട് അതിലൊരു പേപ്പറും വിരിച്ച് കുഞ്ഞുങ്ങളെ അതിലിടാം. 2-ാമത്തെ ദിവസം മുതൽ തന്നെ തീറ്റയും കൊടുക്കുക. തീറ്റ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുന്നത് നന്നായിരിക്കും. രോഗപ്രതിരോധം കണ്ടുവരുന്നുണ്ട്. ആ തീറ്റൻ്റെ മേന്മയാണെന്നറിയില്ല. എന്തായാലും തൂക്കം വരാതെ ഇതേപോലെ ബ്രൂഡറിൽ 18 ദിവസമാണ് ബ്രൂഡറിൽ വെക്കേണ്ടത്. അതുപോലെ തന്നെയാണ് തീറ്റ കൊടുക്കുന്നത്. തീറ്റ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടർ തീറ്റ ആണെങ്കിൽ പോലും അതൊന്നുകൂടി ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒന്നുകൂടി പൊടിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. കൂടുതൽ തീറ്റ ഇട്ട് വേസ്റ്റാക്കാതെ തീറ്റയ്ക്കനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്ത് തീറ്റ ക്രമം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട് വൃത്തികേടായാലും കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ കയറി ചാവാൻ സാധ്യതയുണ്ട്. അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.